മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായപ്പോൾ ഈജിപ്തിൻ്റെ പല പ്രവിശ്യകളിൽ നിന്നും ആളുകൾ വന്നിട്ട് വാശി പിടിച്ചു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞങ്ങളെ മഹല്ലത്തിൽ മറവ് ചെയ്യണം. അടിസ്ഥാനപരമായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തുകാരനല്ല, ഫലസ്തീനിയാണ്, കൻആനിയാണ്. അറിയാലോ, സഹോദരന്മാർക്ക് അസൂയമൂത്ത് യൂസുഫ് നബിയെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തി പൊട്ടക്കിണറ്റ് കൊണ്ടുപോയിട്ടു. അവിടുന്ന് യാത്രക്കാർ വഴിതെറ്റി വന്നു. വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോൾ ആ കിണറിൻ്റെ അടുത്തവരെത്തി, തൊട്ടി കിണറ്റിലേക്ക് താഴ്ത്തി നോക്കുമ്പോൾ ഒരു കുട്ടിയെ കിട്ടി. അവരത് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിലെ ചന്തയിൽ വിറ്റു. അങ്ങനെയാണ് ബനൂ ഇസ്രായേല്യരിലെ ആദ്യത്തെ കണ്ണിയായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെത്തുന്നത്. യൂസുഫ് നബിയുടെ ജന്മനാട് ഈജിപ്ത് അല്ല. എന്നാൽ ഈജിപ്തിൻ്റെ പല പ്രവിശ്യകളിൽ തമ്പടിച്ച് ദീനീ ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. യൂസുഫ് നബി വഫാത്തായപ്പോൾ ഓരോ പ്രവിശ്യകളിലുള്ള ആളുകളും വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ തന്നെ മറവ് ചെയ്യണം. എന്തിനാണ് അവരങ്ങനെ വാശി പിടിച്ചത്? ലിമാ യർജൂന മിൻ ബറക്കത്തിഹി. ഇമാം ഖുർത്തുബി അടക്കം മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ഞങ്ങളെ മഹല്ലത്തിൽ മറവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബറക്കത്ത് എല്ലാ നിലക്കും ആ മഹല്ലുകാർക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് ആ മഹല്ലുകാർ വാശി പിടിച്ചത്. ഇലാഹായ റബ്ബിന്റെ വിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബിയുടെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്. അതിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ശ്രദ്ധിക്കണേ, ഞാൻ ഈ ആയത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയൊന്ന് പറഞ്ഞുതരാം. പടച്ചോനെ അത് ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്താകുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ നിരന്തരമായി പ്രാർത്ഥന നടത്തിയിരുന്നുവെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ദുആ? ദുആ എന്താ? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്. റബ്ബേ, എൻ്റെ രക്ഷിതാവേ, ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, സംഗതി നീ എനിക്ക് അധികാരമൊക്കെ തന്നിട്ടുണ്ട്. വലിയ രാജാധികാരം എനിക്ക് ഈജിപ്തിൽ നീ തന്നിട്ടുണ്ട്. നബി മാത്രല്ല, അള്ളാഹു രാജപദവിയും കൂടി കൊടുത്തില്ലേ മഹാനായ സയ്യിദുന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്. ശ്രദ്ധിക്കണേ, ആത്മീയപരമായി ഒരാൾക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ ഒരു പദവി എന്ന് പറയുന്നത് അയാളെ ഒരു നബിയാക്കലാണ്. അതിൻ്റെ അപ്പുറം എന്ത് ദർജ വേണ്ടത്? അതിനപ്പുറത്ത് എന്ത് ദർജ വേണ്ടത്? ഭൗതികമായി ഒരാൾക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ പദവി അത് അയാൾക്ക് ആ നാടിൻ്റെ അധികാരം നൽകല, ആ നാടിൻ്റെ രാജാവാക്കി മാറ്റലാണ്. ഇത് രണ്ടും അല്ലാഹു നൽകിയ ആളാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ചില്ലറക്കാരനല്ലേ പടച്ചോനെ. അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞോളൂ, അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. യൂസുഫ് നബി ദുആ ചെയ്യുക, പടച്ചോനെ നീ എനിക്ക് അധികാരമൊക്കെ തന്നിട്ടുണ്ട്, പിന്നെയോ വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ്. ആര് എന്ത് സ്വപ്നം കണ്ടാലും എന്താണതിൻ്റെ വ്യാഖ്യാനമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള അറിവും കഴിവും പ്രാപ്തിയും നീ എനിക്ക് നൽകിയിട്ടുണ്ട്.
അത് ചെറിയൊരു സംഗതി ഒന്നുമില്ല. സ്വപ്നം കൃത്യമായി വ്യാഖ്യാനിക്കാൻ കഴിയാന്നുള്ളത് ഒരു നബിക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്താ. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു മൊയ്ലിയാരുട്ടിനെ കണ്ടാൽ തന്നെ ചോദിക്കും, അല്ല ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താ അപ്പം അതിൻ്റെ വ്യാഖ്യാനം? നമ്മളൊക്കെ ഒരു വിചാരം എല്ലാവർക്കും അതിൻ്റെ വ്യാഖ്യാനം ഒരു കൊല്ലം ദർസ് പോയാൽ പോലും കൊണ്ട് പഠിക്കാൻ കഴിയുന്ന അങ്ങനെയൊന്നല്ല. സ്വപ്നത്തിന് കൃത്യമായ വ്യാഖ്യാനം ഉണ്ട്, ഇല്ല എന്നല്ല. ഒരു യഥാർത്ഥ മുഅ്മിൻ കാണുന്ന സ്വപ്നം നബൂവത്തിന്റെ 40 അംശത്തിൽ ഒരു അംശമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മറ്റൊരു ഹദീസിൽ കാണാം, യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ സ്വപ്നം അത് നബൂവത്തിന്റെ 27 ശാഖകളിൽ ഒരു ശാഖയാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ സ്വപ്നം നബൂവത്തിന്റെ 60 ശാഖകളിൽ ഒരു ശാഖയാണ്. അത് കാണുന്ന അന്നത്തെ രാത്രിക്കത്തെ അയാളുടെ അവസ്ഥക്കനുസരിച്ച് മാറും. ഉളുവോടുകൂടെ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി ഉറക്കിൻ്റെ ഒരുപാട് നിയമങ്ങൾ, നിബന്ധനകൾ, പരിധികൾ, പരിമിതികൾ, ചട്ടങ്ങൾ, ചിട്ടകളുണ്ട്. അതൊക്കെ പാലിച്ചാണ് ഒരാൾ കിടന്നുറങ്ങിയത്. അപ്പോൾ കാണുന്ന സ്വപ്നത്തിൻ്റെ മാറ്റ് കൂടും. ഒന്നും ശ്രദ്ധിക്കാതെ ഗഫ്ലത്തിൽ കിടന്നുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തിൻ്റെ അവസ്ഥ അതിനനുസരിച്ചായിരിക്കും. അതാണ് ഈ ഹദീസിൽ ഇങ്ങനെ വ്യത്യസ്തമായ പദവിയെക്കുറിച്ച് പറയാൻ കാരണം. അപ്പൊ ചുരുക്കത്തിൽ സ്വപ്നം എന്നത് വലിയ സംഗതിയാണ്. അള്ളാഹു നല്ല സ്വപ്നങ്ങളെ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ചില ആളുകളൊക്കെ അങ്ങനെ വല്ലാതെ ബേജാറായി, എടങ്ങാറായി, വപ്രാളപ്പെട്ട് ഞെട്ടി ഉണരുന്ന വിധത്തിലുള്ള സ്വപ്നങ്ങൾ കാണുമല്ലോ. അതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.